celebrating 13 colorful years of capturing heartbeats of Keralites and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or any smart television. ഹ്യൂസ്റ്റൺ ആസ്ഥാനമായുള്ള മലയാളം സൊസൈറ്റി ഓഫ് അമേരിക്കയുടെ 2024 ജൂൺ മാസം മീറ്റിംഗ് 9-ാം തീയതി വൈകിട്ട് 4 മണിക്ക് നടത്തപ്പെട്ടു. മലയാളം സൊസൈറ്റി സെക്രട്ടറി ജോർജ് പുത്തൻകുരിശ് മീറ്റിംഗിൽ പങ്കെടുത്തവർക്ക് സ്വാഗതം അരുളി. തുടർന്ന് പ്രധാന പ്രഭാഷകനായ MC ചാക്കോയെ സദസ്സിന് പരിചയപ്പെടുത്തി. ജൂൺ 16-ാം തീയതി ആഘോഷിക്കുന്ന ഫാദേഴ്സ് ഡേയുടെ ആശംസകളും ജോർജ് പുത്തൻകുരിശ് എല്ലാ ഫാദേഴ്സിനും നേരുകയുണ്ടായി. ഓരോ വിഷയങ്ങൾക്കും അനുയോജ്യമായ ചിത്രങ്ങൾ ചേർത്ത് സൂം മീറ്റിംഗിനെ ചാർത്തിയുള്ളതാക്കി തീർക്കുന്ന AC ജോർജിനോടുള്ള നന്ദിയും അദ്ദേഹം രേഖപ്പെടുത്തി. മലയാളം സൊസൈറ്റിയിലെ സജീവ അംഗങ്ങളായ ജെയിംസ് ചിറത്തടത്തിലിന്റെ മാതാവിന്റെ നിര്യാണത്തിലും ജോൺ കുന്തറയുടെ സഹോദരിയുടെ വേർപാടിലുമുള്ള മലയാളം സൊസൈറ്റിയുടെ അനുശോചനവും പുത്തൻകുരിശ് അറിയിക്കുകയുണ്ടായി. തുടർന്ന് പ്രധാന പ്രഭാഷകനായ MC ചാക്കോയെ സദസ്സിന് പരിചയപ്പെടുത്തി. ഹ്യൂസ്റ്റൺ വെറ്ററൻസ് ഹോസ്പിറ്റലിൽ ഹിസ്റ്റോ ടെക്നോളജിസ്റ്റായി ജോലി ചെയ്യുന്നു. 1/4 നൂറ്റാണ്ട് ഷാർജയിലായിരുന്നതിനു ശേഷം 2006-ൽ US-ലെത്തി. തിരുവല്ല മാർത്തോമ കോളേജിൽ നിന്നും കെമിസ്ട്രിയിൽ ബിരുദം നേടിയതിനു ശേഷം വെല്ലൂർ CMCയിൽ തൊഴിൽ പരിശീലിച്ചു. തിരുവനന്തപുരം ശ്രീചിത്രയിൽ ജോലി തുടങ്ങി. നാട് തിരുവല്ലയ്ക്ക് സമീപം വെള്ളിക്കുളം. ഭാര്യ ആനി, 2 മക്കളും 4 കൊച്ചുമക്കളുമുണ്ട്. മലയാളം സൊസൈറ്റി മീറ്റിംഗിന്റെ മോഡറേറ്ററായി സാഹിത്യകാരനും എഴുത്തുകാരനുമായ തോമസ് കളത്തൂർ യോഗത്തെ നിയന്ത്രിച്ചു. മലയാളിയുടെ മാറുന്ന ഭക്ഷണ സംസ്കാരം എന്ന വിഷയത്തെ ആസ്പദമാക്കിയായിരുന്നു അദ്ദേഹം പ്രഭാഷണം നടത്തിയത്. കേരളത്തിന് മാത്രമായൊരു രുചി ഉണ്ടായിരുന്നുവോ? ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അതിപുരാതന കാലം മുതൽക്കേ അഷ്ടദിക്കുകളുമായി വാണിജ്യബന്ധമുണ്ടായിരുന്നതിനാൽ വൈവിധ്യമായ പലഹാരങ്ങൾ ലോകത്തിന്റെ പലയിടങ്ങളിൽ നിന്നും ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള ആമുഖത്തോടെയാണ് അദ്ദേഹം ആരംഭിച്ചത്. പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും മലയാളികളുടെ ഭക്ഷണ സംസ്കാരത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്നതിനെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. ഒരു കാലത്ത് വല്ലപ്പോഴും കഴിച്ചിരുന്ന മാംസാഹാരം ഇന്നത്തെ നിത്യാഹാരമായി മാറിയതുമൊക്കെ പ്രഭാഷണത്തിന് വിഷയീഭവിച്ചു. വിജ്ഞാനപരവും ഉദ്ബോധകവുമായ പ്രഭാഷണം ഭാഷാശൈലി കൊണ്ട് ധന്യവുമായിരുന്നു. തുടർന്നുള്ള ചർച്ചയിൽ പ്രസിഡന്റ് ജോർജ് മണ്ണിക്കരോട്ട്, വൈസ് പ്രസിഡന്റ് ശ്രീമതി പൊന്നുപിള്ള, സൂം മാനേജർ AC ജോർജ്, ജോൺ ഇളമത, തോമസ് കളത്തൂർ, ഡോക്ടർ ജോസഫ് ഒന്നോലി, പ്രൊഫസർ VV ഫിലിപ്പ്, ജോസഫ് തച്ചാറ, ഉമ്മ, രവി ദമ്പതികൾ, MC ചാക്കോ, ജെയിംസ് ചിറത്തറത്തിൽ, ജോർജ് പുത്തൻകുരിശ് എന്നിവർ സജീവമായി പങ്കുകൊണ്ടു. MC ചാക്കോയുടെ പ്രഭാഷണത്തിനു ശേഷം മലയാളം സൊസൈറ്റി വൈസ് പ്രസിഡന്റ് ശ്രീമതി പൊന്നുപിള്ള നന്ദി പ്രകാശിപ്പിക്കുകയും യോഗം അവസാനിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്ക് വാർത്തകൾ അയക്കുക.